ഞാനുണ്ടിവിടെ ചോദിക്കാൻ ഇന്ന് കുന്നമംഗലത്താണ്. വികസന പ്രവർത്തനങ്ങൾ പ്രാദേശിക തലത്തിലുള്ള ജനങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം ബാധിക്കുന്നു എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. REC പുത്തൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. ഇവിടെ നിന്നും വെള്ളം പോകുന്നതിനുള്ള ഓടകളുടെ നിർമ്മാണം ഇരുവശത്തുമുണ്ട്. പക്ഷേ ഈ ഓടകൾ തുറന്നു വെച്ചിരിക്കുന്നത് REC GHSS ചാത്തമംഗലത്തിന്റെ ഗ്രൗണ്ടിലേക്കാണ്. നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ കളിക്കുന്നത്. ഒപ്പം നാട്ടുകാർക്കും ഈ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കൊപ്പം അവരുടെ സമയം ചെലവഴിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വിനിയോഗിക്കുന്ന ഗ്രൗണ്ടുമാണിത്. ഇവിടേക്ക് വലിയ തോതിലാണ് വെള്ളമൊഴുക്കും ഒപ്പം മാലിന്യങ്ങളും ഒഴുകി വന്ന് ആ ഗ്രൗണ്ട് ഉപയോഗിക്കാനാവാത്ത വിധം ഉപയോഗശൂന്യമായി മാറിയിരിക്കുന്ന സാഹചര്യം. നമുക്കൊപ്പം നാട്ടുകാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ഈ ക്ലബ്ബിൽ കളിച്ചു വരുന്ന ആളുകളുമുണ്ട്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ തന്നെ ഈ ഗ്രൗണ്ടിലേക്കുള്ള വെള്ളപ്രവാഹം. ഒപ്പം ആ ഗ്രൗണ്ട് പൂർണ്ണമായും ഒരു വെള്ളക്കെട്ടായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. രണ്ട് വശത്തു നിന്നുമുള്ള ഓടകൾ തുറന്നിരിക്കുന്നത് ഈ ഗ്രൗണ്ടിലേക്കുമാണ്. നമുക്കെന്തായാലും ആളുകളിലേക്ക് തന്നെ പോവാം. സാമൂഹ്യ പ്രവർത്തകനായ നൌഷാദുണ്ട്. വലിയ ഒരു ദ്രോഹമാണ് ഒരുപക്ഷെ ഈ നാട്ടുകാരോടും ഇവിടുത്തെ കുട്ടികളോടും ഈ റോഡ് നിർമ്മിക്കുന്ന അധികൃതർ ചെയ്യുന്നത്, അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ ശാസ്ത്രീയപരമായിട്ടല്ലാത്ത രീതിയിൽ പ്രവർത്തനം നടത്തി ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ചെയ്ത് അങ്ങ് പോകുന്ന ഒരു സംവിധാനമാണ് നമുക്കിതിൽ കൂടി കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ സ്ഥലങ്ങളില്ലാതെ ബുദ്ധിമുട്ടാകുന്ന പൊതുജനത്തിന് അല്ലെങ്കിൽ യുവാക്കൾക്കൊക്കെ ബുദ്ധിമുട്ടാകുന്ന ഈ സാഹചര്യത്തിൽ ഇത്രയും വിശാലമായ ഒരു കളിസ്ഥലമുള്ള ഈ സ്ഥലത്ത് അത് നശിപ്പിക്കാൻ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ നാടിനോടും നമ്മുടെ യുവാക്കളോടും നമ്മുടെ വിദ്യാർത്ഥികളോടും ചെയ്യുന്ന കടുത്ത അനീതിയാണ്. തീർച്ചയായിട്ടും ഇത് ഉന്നത തലങ്ങളിൽ ഇടപെടുകയും ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയും വേണം. ഇപ്പം നാട്ടുകാർ ഞങ്ങളെല്ലാവരും തന്നെ പറയുന്നത് പോലെ ഇതിന് ശാശ്വതമായ പരിഹാരം വേറെ മാർഗങ്ങളുണ്ട്. പക്ഷെ ആ മാർഗങ്ങൾ സ്വീകരിക്കാതെ ഇത് എന്തോ വാശി പോലെ ഈ ഗ്രൗണ്ടിലേക്ക് തന്നെ ഈ മാലിന്യങ്ങളും ഈ വെള്ളവും തള്ളിവിടണമെന്ന് ഇവർ നിർബന്ധം പിടിക്കുന്നത് അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. നമ്മുടെ കുട്ടികളുടെ കലാകായിക രംഗത്തുള്ള പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഈ രണ്ട് വശത്തുമുള്ള ഡക്റ്റുകൾ രണ്ടും തുറന്നിരിക്കുന്നത് ഗ്രൗണ്ടിലേക്കാണല്ലേ? മറ്റത് വഴിയോ അവർ കണ്ടിട്ട് പോലുമില്ല. ഇത് ശരിക്കും മനഃപൂർവ്വം ചെയ്ത പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം വളരെ നിസ്സാരമായി അവിടെ തൊട്ടടുത്തൊരു വലിയൊരു കുളമുണ്ട്, അതിലേക്കായിരുന്നു ഇവിടുത്തെ ഡ്രെയിനേജ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ മനഃപൂർവ്വം രണ്ട് ഭാഗത്തുനിന്നും ഈ ഗ്രൗണ്ടിലേക്ക് വളരെ മനഃപൂർവ്വം ചെയ്തമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ എങ്ങനെയാണ് മഴ വരുമ്പോൾ വലിയ വെള്ളപ്പാറ്റിലായിരിക്കും അല്ലേ? ഒരുപാട് വെള്ളം എല്ലാ അഴുക്കുകളും ഇതിലേക്ക് അടിയുന്നത്. നമുക്കറിയാം, ഇതിന് തൊട്ട് മുമ്പ് നാട്ടുകാർ ഇവിടുന്ന് വേസ്റ്റ് ഒഴിവാക്കിയതാ. JCB വെച്ച് വേസ്റ്റ് ഇവിടുന്ന് ഒഴിവാക്കിയിട്ടാണ്. പക്ഷെ ഇപ്പോഴും ഒരുപാട് രോഗങ്ങളൊക്കെ പടരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഈ മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും വേസ്റ്റുകൾ ഇവിടെ അടയുന്നതാണ്. കുട്ടികൾ ഒരുപാട് പഠിക്കുന്ന സ്കൂളാണ്, കളിക്കാനൊക്കെ അല്ലെ? എല്ലാം ഈ ഗ്രൗണ്ട് തന്നെ ഉപയോഗിക്കുന്നത്, ക്ലബ്ബുകാരും. ചേട്ടാ, ഇതെന്താണ് നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരിക്കലും ശാസ്ത്രീയമായി ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഇതുമില്ലാത്ത ഒരു ഗ്രൗണ്ടിലേക്ക് ഓരോ നാട്ടിലും ആളുകൾ ഒരു ഗ്രൗണ്ടിന് വേണ്ടി വലിയ ആവശ്യമായിട്ട് മുന്നോട്ട് വരുന്ന കാലം. കാരണം കളിക്കാനിപ്പോൾ കളിസ്ഥലങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഗ്രൗണ്ട്. ഇവിടുത്തെ ക്ലബ്ബുകൾ, നൂറുകണക്കിന് സ്കൂളിലത്തെ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, എല്ലാ ആളുകളും അതൊരു കായികമായിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ഗ്രൗണ്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ കുട്ടികൾ ആ ചളിയിൽ കളിച്ചിട്ട് അവർ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഈ രോഗങ്ങളൊക്കെ വരുന്നൊരു സാഹചര്യമാണ്. വെള്ളത്തിൽ കൂടെയും അമീബ ജ്വരം പോലുള്ള അല്ലെ വലിയ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ സർക്കാർ ചെലവ് തന്നെ പലപ്പോഴും പല മാലിന്യങ്ങളും ഒഴിവാക്കുന്ന സമയമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്നപ്പോൾ നിങ്ങളിപ്പോൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ അഴുക്ക് ചാലിലൂടെ വന്നടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, വേസ്റ്റുകൾ വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ച കാണാൻ പറ്റും. JCBക്ക് മാറ്റി ഒരു തവണ നമ്മൾ ഇവിടുത്തെ നാട്ടുകാർ, ഇവിടുത്തെ ക്ലബ്ബുകാരൊക്കെ പലപ്പോഴും മാറ്റിയിട്ട് പോലും ഇപ്പോഴത്തെ ഒരു 10 മിനിറ്റ് മുമ്പ് മഴ പെയ്തപ്പം വലിയ തോതിലുള്ള വെള്ളപ്പാച്ചിൽ ഈ പ്രദേശത്തു നിന്നൊക്കെ മുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളം വലിയ തോതിൽ ഈ ഗ്രൗണ്ടിലേക്ക് ഗ്രൗണ്ടൊക്കെ ചളിയായിട്ട് കിടക്കുക. അപ്പോൾ ഇത് എവിടെ നിന്നൊക്കെ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള വെള്ളം ഇതിനകത്ത് വരുന്നുണ്ടോ? REC നമ്മളുടെ RECന്റെ ഉള്ളിലെ മെസ്സ് ഉണ്ട്.
ഈ മെസ്സിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഓപ്പൺ ഡ്രെയിനേജിന്റെ അകത്ത് കൂടി വരുന്ന വെള്ളം മുഴുവൻ ഇതിനകത്തേക്കാണ് വരുന്നത്. അത് കൂടാതെ നമ്മുടെ സ്കൂളിന്റെ ഈ കുട്ടികൾ കളിക്കുന്ന കളിസ്ഥലമാണിത്. ഇവിടെ എത്രയോ കാലങ്ങളായിട്ട് REC ഇവിടുത്തെ യുവാക്കൾക്ക് കളിക്കാൻ അനുവദിച്ച ഇടാണത്. ഇവിടേക്ക് മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന നേരത്തെ ഇവിടുന്ന് വരുന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ക്ലാസ് എടുക്കാൻ പോലും സാഹചര്യം ഇല്ലാത്ത രീതിയായി മാറുകയാണ് ഇവിടെ. എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലേക്ക് ദുർഗന്ധമാണ് വരുന്നത്. പിന്നെ കുട്ടികൾ ഇന്നാൾ കളിക്കാൻ വേണ്ടി ഇവിടെ ഈ അടുത്ത ദിവസം തന്നെ കക്കൂസ് മാലിന്യം കൊണ്ടുപോയി തള്ളിയൊരു കേസ് ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് നമ്മളെ കുട്ടികൾ ഇത് അറിയാതെ അവിടുന്ന് കളിക്കുക. ഇവിടുന്ന് ഒലിച്ചുപോയ ആ മാലിന്യത്തിനകത്താണ് കുട്ടികൾ കളിക്കുന്നത്. ഈ സാഹചര്യം ഉണ്ടാകുന്ന നേരത്ത് ഇവിടെ പല ഇവന്റുകളും കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ട മേളകളും ഒക്കെ നടത്തുന്ന ഗ്രൗണ്ടാണിത്. ഇവിടെ ഈ ഉദ്യോഗസ്ഥര് അതിന് വേണ്ടിയിട്ട് തക്കതായിട്ടുള്ള ഉചിതമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ നൗഷാദൊക്കെ പറഞ്ഞ മാതിരി തന്നെ എന്താണ് ഉചിതമായുള്ള തീരുമാനം അത് എടുത്തിരിക്കണം. ഇല്ലെങ്കിൽ ഇത് സംയുക്തമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും എങ്ങനെ വേണം ജനകീയ രോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും തയ്യാറെടുക്കും. അതിന് രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ ഒന്നിച്ചു ചേരുന്നതാണ് നമ്മുടെ നാടിന് വേണ്ടിയുള്ള കാര്യമായതുകൊണ്ട്. ഈ പദ്ധതിയുടെ ആദ്യ ക്രമത്തിൽ തന്നെ ഈ ഭാഗത്തേക്ക് വെള്ളം ഒഴുക്കാനായിരുന്നോ? അല്ലല്ല, ഇതിന്റെ കാലം വളരെ കാലങ്ങൾക്ക് മുന്നേ ഈ ഡ്രെയിനേജ് പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ അവിടെ RECന്റെ എൻഡില് അവിടെ ഒരു വെണ്ണീരാംകുളം എന്ന് പറഞ്ഞൊരു കുളമുണ്ട്. അതിനകത്തേക്ക് വലിയ ഡ്രെയിനേജ് ആണത്. അതിനകത്തേക്ക് കൊണ്ടുവരുന്നത് അത് ഇപ്പൊ ഇവര് വാട്ടർ ലെവൽ വെച്ച് ഈ രീതിയിൽ തിരിച്ചിട്ട് മനഃപൂർവ്വം അങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഒരു കാരണവശാലും ഒരു മാലിന്യവും ഇവിടേക്ക് വന്നുകൊണ്ടിരുന്നില്ല. അവിടെ ഒരു കുളം കാണാം നിങ്ങൾക്ക്. ആ കുളത്തിന്റെ അത് ചെറിയ മീനുകളും കാര്യങ്ങളൊക്കെ ചത്തുപോകുന്ന സാഹചര്യമാണ് ഈ മാലിന്യം വന്നിപ്പോൾ കാണുന്നത്. ചെറിയൊരു കുളമാണ്, പക്ഷെ അത് തൂർത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തണ്ണീർത്തടാണ് നിലനിർത്തണം. അതോടുകൂടെ തന്നെ ഗ്രൗണ്ടും നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ യുവാക്കളും എല്ലാവരും അതിന്റെ ആ സങ്കടത്തിലാണിപ്പോൾ. അതിന് അധികൃതർ കണ്ണു തുറക്കണം, വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്കും പറയാനുള്ളത്. ഈ ക്രിക്കറ്റ് കളി നടക്കുമ്പോഴൊക്കെ വലിയ ആവേശമാണല്ലേ? ഈ സ്പോർട്സിനെ വളർത്തണം, ഫുട്ബോൾ വരുമ്പോൾ ആവേശമാണ്. പക്ഷേ ഈ ആവേശം ഇത് കഴിഞ്ഞാൽ കാണിക്കുന്നില്ല. രണ്ടുപേർക്ക് കളിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനാണ് നോക്കുന്നത് തോന്നുന്നല്ലേ? അതെ 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 ഇവർ ഈ ഡ്രെയിനേജിന്റെ നിർമ്മാണം നടക്കുന്ന ടൈം മുതൽ നമ്മൾ ഇവരുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. ഇവർ പൊളിച്ചതാണിത് ഇവിടെയും അവിടെയായിട്ട്. ആ ടൈമിൽ നമ്മൾ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടെ കാണാൻ വെള്ളം ചാടിക്കുക, നമുക്ക് എന്തെങ്കിലും ഇടപെടൽ നടത്തണമെങ്കിൽ. ആ സമയത്ത് അവർ ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഇത് ഈ ഒരൊറ്റ പണി വരെ ഒരു 2 ദിവസം കൊണ്ട് ചെയ്ത് തീർത്തതാണ്. ഡ്രെയിനേജ് ഇങ്ങോട്ട് ചാടിച്ച് അവിടേക്ക് സെറ്റ് ചെയ്ത് വെച്ച് അതേപോലെ തന്നെ അവിടെ നമ്മൾ പണി നടക്കുന്ന സമയം മുതൽ നമ്മൾ അവരോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ വ്യക്തമായിട്ട് ഒരു മറുപടി നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അവസാന നിമിഷം അവരോട് സംസാരിച്ചപ്പോഴാണ് അവർ പറയുന്നത് അവിടേക്ക് തന്നെയാണ് ചാടിക്കുന്നത്. ഇതാ പണ്ട് മുതലേ ഉള്ള ഒരു സംവിധാനമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉള്ള നാട്ടുകാരാണ്. പണ്ട് മുതൽ ഈ സാധനം ഉണ്ടെങ്കിൽ നമ്മളിവിടെ നിലനിർത്തൂലല്ലോ. അങ്ങനെയാണ് അവർ പറയുന്നത്. പിന്നെ ചളിയാണ് ഇപ്പോൾ ഫുള്ള് ആ ഗ്രൗണ്ടിലേക്ക്. രണ്ടാഴ്ച മുമ്പ് ഈ ഡ്രെയിനേജിൽ ഒരു ടാങ്കറിൽ കക്കൂസ് മാലിന്യം കൊണ്ടേ തള്ളി. അത് ഈ വഴിയാണ് അങ്ങോട്ട് പോയത്. അതേപോലെ അവിടുത്തെ ഡ്രെയിനേജ് ഗ്യാപ്പ് വഴി. അപ്പോൾ മാലിന്യ പ്രശ്നങ്ങൾ ഇതേപോലെ അസുഖങ്ങളുള്ള ടൈമാണ്. കുട്ടികൾ ഇതിലിറങ്ങി കളിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ ഈ മാലിന്യം ഇവിടെ തള്ളിയ കാര്യങ്ങളൊന്നും. സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഇതിന് വേണ്ട നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മളൊരു കാഴ്ചപ്പാട്. സർക്കാർ വലിയ പൈസയാണ് ഈ പകർച്ചവ്യാധി നിയന്ത്രണത്തിന് വേണ്ടി മുടക്കുന്നത്. അപ്പോഴാണ് കുട്ടികൾ ഈ മാലിന്യത്തിൽ പോയി ഈ കക്കൂസ് മാലിന്യത്തിൽ കളിക്കാൻ പോകുന്നത്. അതെ 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 ആരും ശ്രദ്ധിക്കുന്നില്ല. ആദ്യം ചെയ്യേണ്ട കാര്യം അവസാനം ചെയ്യും, അവസാനം ചെയ്യേണ്ട കാര്യം ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. ഇത് കാലാകാലങ്ങളായിട്ട് കൊണ്ടുവന്നൊരു ഗ്രൗണ്ടാണിത്. പിന്നെ എല്ലാ ക്രിക്കറ്റ് കളിക്കാനും അടുത്തുള്ള പ്രദേശത്തുള്ള ആൾക്കാരും 100 കണക്കിന് സ്കൂൾ കുട്ടികളും എല്ലാവരും ഈ ഗ്രൗണ്ടിനെയാണ് ആശ്രയിക്കുന്നത്. കൂടാതെ ഒട്ടനവധി ഫുട്ബോൾ ടൂർണമെന്റുകൾ, ക്രിക്കറ്റ് ടൂർണമെന്റുകൾ എല്ലാം ഈ ഗ്രൗണ്ടിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ 2-3 പ്രാവശ്യം കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡ്രെയിനേജിന്റെ കാര്യം. അപ്പോൾ ഈ മഴ പെയ്തപ്പോഴാണ് ഇവിടെ വെള്ളം കെട്ടി നിന്നപ്പോഴാണ് ഈ പ്രശ്നം രൂക്ഷമായത്. അതോട് അങ്ങനെ വെള്ളം കെട്ടിയപ്പം അവരിവിടെ താൽക്കാലിക ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ മതിൽ പൊളിച്ചിട്ട് വെള്ളം ഗ്രൗണ്ടിലേക്ക് ഇറക്കിയത്. അപ്പം അപ്പുറത്ത് 2-3 സ്ഥലത്ത് ഇപ്പോൾ ഗ്രൗണ്ടിലെ വെള്ളം ഇറക്കുന്നുണ്ട്. ഈ ചപ്പ് ചവറുകളും എല്ലാം കഴിഞ്ഞ ദിവസം രാത്രി കക്കൂസ് മാലിന്യം അത് ഇവിടെ കൊണ്ടുപോയി തള്ളിയിട്ട് അന്ന് ഈ കുട്ടികൾ തള്ളിയതിന്റെ കൂടെ ഇതെന്താണെന്ന് അറിയാതെ അവർ ഇവിടെ കളിച്ച് നടക്കുകയാണ്. അങ്ങനെ ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ രോഗസാധ്യതയുള്ള ഈ സമയത്ത് ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കുട്ടികളെ നന്നായി ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. തൊട്ടടുത്ത് REC സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെയാണല്ലോ. അപ്പം ഇതിനെതിരെ ശക്തമായിട്ടൊരു നടപടി വേണം. അതിന് ഞങ്ങളെല്ലാവരും കൂടി രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ച് നിൽക്കാനുള്ളൊരു ഇത് തന്നെയാണ് നിൽക്കുന്നത്. ഈ നിർമ്മാണം നടത്തുന്ന കമ്പനിയോട് ഇത് പറഞ്ഞിരുന്നു നിങ്ങൾ? ഞങ്ങൾ 2-3 പ്രാവശ്യം ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ ഗ്രൗണ്ടിൽ. അപ്പോൾ അവർ പറഞ്ഞ് ഇല്ല ഇത്. പക്ഷേ ഈ മഴ പെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ മൊത്തം വെള്ളക്കെട്ടായി. ആ ടൈമിലാണ് അവരിത് പൊട്ടിച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് ചാടിക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. കളിക്കാൻ ഒരുപാട് ആളുകൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഗ്രൗണ്ടാണ്. ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് വേറെ ഗ്രൗണ്ടില്ല. ഏത് കാലാവസ്ഥയിലും കളിക്കാൻ കഴിയുന്നൊരു സ്ഥലമാണ്. പിന്നെ REC ഹൈസ്കൂളിൽ
സ്പോർട്സ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ആദ്യം മുന്നത്തെ കാലത്ത് 2000-ഓളം കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളായിരുന്നു. അത്രയും കുട്ടികൾ സ്പോർട്സ് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിലേക്ക് പലതവണ ഈ ഊരാളുങ്കലിൻ്റെ ഭാഗത്തേക്ക് ആളുകളെ എഞ്ചിനീയർമാർ എടുത്ത് സംസാരിച്ചിരുന്നു, ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റിത്തരണം. അതിനുള്ള ഒരു അനുകൂല അവസ്ഥ ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഇതിലേക്ക് എടുത്ത് ഒരു തീരുമാനം മാറ്റിയിട്ടുള്ള ഇത് അടച്ചുപൂട്ടണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അവരെ ഭാഗത്ത് 2-3 പ്രാവശ്യമായിട്ട് ഇപ്പോൾ സംസാരിച്ചിരുന്നു, പക്ഷെ ഒരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഇത് ഈ കുട്ടികൾക്ക് മാത്രമേ നാട്ടുകാർ കളിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് കക്കൂസ് മാലിന്യങ്ങൾ വരെ രാത്രി ആളുകൾ തള്ളിയിട്ടുണ്ട്. ഇനിയും അത്ര അവസ്ഥകൾ ജനങ്ങൾക്ക് ഉണ്ടാകരുത്, കുട്ടികൾക്ക് ഉണ്ടാകരുത്. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഫുട്ബോൾ, ക്രിക്കറ്റ് ഈ ഒരുപാട് ആളുകൾ വന്ന് കളിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇനിയുള്ളൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടാവരുത്. ഇതിപ്പോൾ ഒരു ഗ്രൗണ്ടാണോ അതോ പാടമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയല്ലേ? താഴെയുള്ള പാടത്തെയും ഇവിടുത്തെ വെള്ളം ഏതാണ്ട് ഒരുപോലെയായി. ഗ്രൗണ്ട് തന്നെയാണ്, പാടല്ല. അത് കണ്ടാലേ പക്ഷേ വെള്ളം കയറി കിടക്കുന്ന അത് കുളം ഉണ്ടായത് കൊണ്ടാണ് പാടമായിട്ട് തോന്നുന്നത്. പക്ഷെ ഒരു നല്ല വെയിൽ വന്നു കഴിഞ്ഞാൽ വെള്ളം അങ്ങ് വലിഞ്ഞു പോകും. ഈ വെള്ളം കൂടെ കയറിയല്ലേ ഇത് മുങ്ങിക്കിടക്കുന്നത്? അതെ അതെ അതെ, അതുകൊണ്ടാണ് ഈ വെള്ളം മുഴുവൻ അങ്ങ് ഗ്രൗണ്ടിലേക്ക് വരികയാണ്. ഈ വെള്ളം ഫുള്ള് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇത്രയും വെള്ളം വരും, അവിടെ മോൾ ഭാഗത്തേക്ക് പറമ്പിലേക്കൊക്കെ, സ്കൂൾ പറമ്പിലേക്കൊക്കെ വെള്ളം വരുന്നത്. ഒന്നായിട്ട് വെള്ളം ഈ ഗ്രൗണ്ടിലേക്ക് വന്നതുകൊണ്ടാണ് അത് സാധാരണ വരുന്നതിനേക്കാൾ അധികമായിട്ടുള്ള വെള്ളം വന്നതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. മുഴുവൻ NITന്റെ കമ്പനി മുക്കുന്ന ഭാഗത്ത് വരുന്ന NITന്റെ മുകളിൽ വരുന്ന മുഴുവൻ വെള്ളവും ഇപ്പോൾ ഗ്രൗണ്ടിലേക്കാണ് കൊണ്ട് തള്ളാൻ നോക്കുന്നത്. അത് ശക്തമായി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു ജനകീയമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത്. മയക്കുമരുന്ന് വ്യാപനത്തിനും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങൾക്കുമൊക്കെ കളികളില്ലാത്തതാണ് തടസ്സം എന്നാണ് എല്ലാവരും പറയുന്നത്, അല്ലേ? വൈകുന്നേരം കളിക്കാൻ ആളുകളെ കിട്ടുന്നില്ല, മൊബൈലിൽ കുത്തി കളിക്കുകയാണ് എന്നാണ് എല്ലാവരും പരാതി വരുന്നത്. പക്ഷേ കളിക്കുന്ന ഗ്രൗണ്ട് പോകുന്നത് ഒന്ന് നന്നാക്കി തരാനോ അതിലേക്കുള്ള വെള്ളമൊഴുക്ക് തടയാനോ ആരും നോക്കുന്നില്ല. ശരിയാണ്, വളരെ ശരിയാണ്. ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട എല്ലാവരും വൈകുന്നേരം ഒത്തുചേരുന്ന ഒരു ഗ്രൗണ്ടാണിത്. എന്നപ്പോൾ എല്ലാവരും ഈ നാട്ടിൽ നിന്നല്ല, എല്ലാ നാട്ടിൽ നിന്നും എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് എല്ലാവരും ഒരു വൈകുന്നേരം ഒരു 5:30 തൊട്ടിട്ട് 7 മണി വരെ എല്ലാവരും ഒരുമിച്ച് വന്ന് കളിക്കുന്ന ഗ്രൗണ്ടാണ് പല സ്ഥലങ്ങളിലായി. എന്നപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് ഞങ്ങളെല്ലാം ഓരോ സീസണിലും ഞങ്ങൾ പൈസ കൊടുത്തിട്ട് ആദ്യം കാട് വെട്ടി അതിനുശേഷം റോളർ കൊണ്ടുവന്ന് JCB കൊണ്ടുവന്ന് ഓരോ പണികളും എടുത്തിട്ടാണ് ഈ ഗ്രൗണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പശുവിനെ ഇറക്കുന്നുണ്ട്. ഈ പശുവിനെ ഇറക്കി പശുവിന്റെ കാൽപാദങ്ങൾ പതിന് കാരണം ഞങ്ങൾക്ക് നമ്മൾ കളിക്കുമ്പോൾ കാലിന്റെ ആംഗിൾ പണിയാവുക, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അതിൻ്റെ ഇതിനെ കൊണ്ട് ഞങ്ങൾ ആദ്യം കാട് വെട്ടി പിന്നെ JCB കൊണ്ടുവന്ന് റോളർ കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്ത് 10, 20, 25,000 ഓരോ സീസണിൽ ഞങ്ങൾക്ക് ഓരോ പൈസ ആവുന്നതാണ്. ഇതെല്ലാവരും ഇവിടെ കളിക്കുന്ന എല്ലാവരോടും ചേർന്നിട്ട് പൈസ ഓരോരുത്തരുടെ നിന്ന് പല പൈസകൾ വാങ്ങിയിട്ട് ഞങ്ങൾ ചെയ്ത് നടപ്പാക്കി വരുന്ന കാര്യങ്ങളാണ്. അന്നപ്പോൾ ഇനി ഇതുപോലെ അതും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടിൽ തന്നെ ഇത്രയും ഇതിലും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഈ വെള്ളം ചളിയും കാര്യങ്ങളും എല്ലാം ഇനിയും നമുക്ക് വേണ്ടി വരുമ്പോൾ ഇതിൽ എന്തൊക്കെ അസുഖങ്ങൾ വരുന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു കാരണത്താൽ നമുക്ക് ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് പക്ഷേ ഇനിയിപ്പം ഈ കുളമ്പടിയൊന്നും മാറ്റുന്ന പോലെ മാറ്റാൻ പറ്റില്ലായിരിക്കുമല്ലോ. അതുപോലെ വെള്ളമൊഴുക്കായി ചള്ള വല്ലാതെ കെട്ടിക്കിടക്കുന്നുണ്ട്, ഈ മാലിന്യങ്ങളൊക്കെ അടക്കം. അപ്പം ചെറിയ പൈസയ്ക്കൊന്നും നിങ്ങളെ കൊണ്ട് നേരെയാക്കാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. നേരെയാക്കാൻ പോലും പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നിലവിലെത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു നവംബർ ആ ഒരു മാസത്തിലാണ് ഞങ്ങൾ ഈ ഗ്രൗണ്ട് നന്നാക്കാറ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഇതുകൂടി വന്നതുകൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. ഈ ടൂർണമെന്റുകളൊക്കെ നടത്താറുണ്ടോ നിങ്ങളിവിടെ? ടൂർണമെന്റ് നടത്താറുണ്ട്. ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് വന്നിട്ട് ഒരു ടൂർണമെന്റിന്റെ ഉദ്ഘാടനം വരെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ പ്രസിദ്ധമായ എല്ലാ പ്രദേശത്തു നിന്നുള്ള എല്ലാവരും വന്നിട്ട് നമ്മളെ ഈ ഏരിയയിൽ നിന്നും നമ്മളെ പഞ്ചായത്തു നിന്നും നമ്മളെ എല്ലാ ഏരിയയിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാർ വന്ന് കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണിത്. എല്ലാവരും എന്തുകൊണ്ടാണ് കുട്ടികൾ വേർതിരിഞ്ഞ് അല്ലെ വഴിതിരിഞ്ഞ് പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. അതിലേക്കുള്ള സാഹചര്യത്തെ പറ്റി ആരും അന്വേഷിക്കുന്നില്ലേ? നിങ്ങളായാലും 10 ദിവസം കളിക്കാതെ കരക്കിരുന്നാൽ നിങ്ങൾക്കും തോന്നുമായിരിക്കും വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, ഇല്ലേ? എങ്ങനെയാണ് അങ്ങനെ കാണുന്നത്? ഡ്രെയിനേജ് വാട്ടർ മാത്രം പോകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല. സീവേജ് വാട്ടർ അങ്ങനത്തെ വേസ്റ്റുകളും പ്ലാസ്റ്റിക്കും ഒക്കെ ആകുമ്പോൾ ഭയങ്കര അസഹനീയ അവസ്ഥയാണ്. കുട്ടികൾ ബിൽഡിംഗ് തന്നെ 50 മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ്. കുട്ടികളവിടെ വിൻഡോ ഒക്കെ അതേ സ്മെല്ലും അങ്ങനത്തെ ഡിസീസുകളൊക്കെ അധികം പകരാൻ ചാൻസ് ഉള്ള ഒരു ഇതാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്, എല്ലാ പ്രാവശ്യം ഇങ്ങനെ കളിക്കുന്നതാണ്. അപ്പോൾ ഇപ്പം അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം ഫുള്ള് ഈ സൈഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്ലാസ്റ്റിക്കും അങ്ങനത്തെ ഭയങ്കര ആയ വേസ്റ്റുകളൊക്കെ മൊത്തം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അല്ല, ഞങ്ങൾ ഇപ്പം കളിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനെക്കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ അതിനെക്കൊണ്ട് വേറെ പൈസയൊക്കെ കൊടുത്തിപ്പോൾ ആഴ്ചയിൽ ടർഫിൽ ഇപ്പം ആഴ്ചയിൽ ഞങ്ങൾ എല്ലാവരും കൂടി ആൾക്കാരൊക്കെ വിളിച്ച് ടർഫ് പോയിട്ടാണ് ഇപ്പം കളിക്കുക. അതിനെക്കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടർഫിലൊക്കെ കൊടുക്കാനുള്ള പൈസ അതൊക്കെ കഷ്ടപ്പാടാണ്.
ടർഫ് വലിയ ചെലവേറിയതാണ്, എല്ലാ ദിവസവും ഒന്നും പറ്റില്ല. എല്ലാ ദിവസവും പറ്റൂല, അതിന് കൂടെ ആഴ്ചയില കളിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ആകുമ്പോൾ എല്ലാ ദിവസവും കളിക്കുക. വൈകുന്നേരം 5:30 ആകുമ്പോഴത്തേക്കും ഇവിടെ കളി ഉണ്ടാവുന്നതാണ് സാധാരണ. എല്ലാ ദിവസവും നിങ്ങൾ വൈകുന്നേരം എല്ലാ ദിവസവും വൈകുന്നേരം കളി ഉണ്ടാവുന്നതാണ്. മഴയായാലും പോലും അങ്ങനെ ഗ്രൗണ്ടിന്റെ സ്ഥിതി നോക്കാൻ ഞങ്ങൾ കളിക്കുന്നതാണ് ഇവിടെ. പിന്നെ ഇപ്പം വേസ്റ്റും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും പരാതി പറയുന്നത് ഈ കുട്ടികൾ കളിക്കുന്നില്ല, ഇപ്പോൾ അവർ വേറെ കള്ള് കുടിക്കാൻ പോകുന്നു, കഞ്ചാവ് വലിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവർക്കൊരു സൗകര്യം കൊടുക്കുന്നില്ലെന്നുള്ള സത്യം. അങ്ങനത്തെ കുട്ടികൾ മറ്റുള്ളവരുണ്ടായിരിക്കും, പക്ഷെ കളിക്കാൻ വരുന്ന ആളുകൾ പല ആളുകളും തന്നെ കൂടുതൽ ഇവിടെ എത്തുന്നുണ്ട്, കളിക്കും. അതുപോലെ സ്പോർട്സ് എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നുണ്ട്. മറ്റുള്ള കുട്ടികൾ ഇപ്പം വേറെ ഓരോരോ സ്ഥലത്ത് ഓർക്ക് രഹസ്യമായിട്ട് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം നോക്കി ഇങ്ങായിട്ട് വരുന്നവരുണ്ടാവും. എന്ന് വെച്ചിട്ട് ഈ കളികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും വേണ്ടേ. അവർക്കപ്പോൾ ഇങ്ങനെ ദ്രോഹമല്ല ചെയ്യേണ്ടത് അല്ലേ? ഈ വെള്ളം ഒഴുക്കി വിടുകയല്ല ചെയ്യേണ്ടത്, ഈ വെള്ളം ഇവിടുന്ന് മാറ്റാനുള്ള ശ്രമമല്ലേ നടത്തേണ്ടത്? അതാ വേണ്ടത്. വളരെയധികം ഇവിടെ വെച്ചാൽ പല പൊതുവിൽ എല്ലാ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ വന്ന് കളികളിൽ പങ്കെടുത്ത് സഹകരിച്ച് ചെയ്യുന്നതാണ്. അപ്പം അത് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വല്ലാതെ ഒരു ദ്രോഹമായിട്ട്, രാജ്യദ്രോഹമായിട്ടാണ് അനുഭവം. ഈ കുട്ടികൾ ഇവിടെ കളിക്കുന്ന കാണാൻ തന്നെ ഒരു സന്തോഷമായിരിക്കും. അതെങ്ങനെയുണ്ട് അങ്ങനെ ഒരു രംഗം നഷ്ടപ്പെടുന്ന വലിയ ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ വേനൽക്കാലമായിട്ട് വെച്ചാൽ നന്നായിട്ട് ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ വന്നിങ്ങായിട്ട് ഇത് കളി കാണാനും പിന്നെ അതിനു വേണ്ടിയായിട്ട് ഓലെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ തന്നെ ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ ഈ സാധാരണഗതിയിൽ ഇവിടുത്തെ ഒരു കായിക മേഖല എങ്ങനെയുണ്ട്? വളരെ ആക്റ്റീവാണ് കുട്ടികളൊക്കെ. കുട്ടികൾ എന്നല്ല, ഇവിടെ ഏകദേശം ഒരു 10-55 വയസ്സുള്ള ആളുകളടക്കം ഇവിടെ കളിക്കുന്നുണ്ട്. അതാണ് ഒരു പ്രത്യേകത. അതങ്ങനെ ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും നാനാ ഭാഗത്തുനിന്ന് ഇവിടുന്ന് ഇപ്പം 23-26 വാർഡ് ഉണ്ടെങ്കിൽ 26 വാർഡുള്ള കുട്ടികളും വന്ന് കളിക്കുന്നുണ്ട്, ഇവിടെ വന്ന് കളിക്കാറുണ്ട്. അതുകൂടാതെ നമ്മളെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പല പൊതുപരിപാടികളും കാര്യങ്ങളും ഈ ഗ്രൗണ്ടിൽ വെച്ച് നടത്താൻ വേണ്ടി നടത്തുന്നതാണ് ഞങ്ങൾ. അതൊക്കെ ഭയങ്കര ഒരു മനുഷ്യത്വരഹിതമായിട്ടാണ് ഇത് ചെയ്യാൻ കാരണം. ഒന്നാമത് ഇങ്ങനത്തെ ഒരു ഭാഗത്തേക്ക് ഒഴിവാക്കുന്ന നേരം ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടെന്നും അവിടെ കുട്ടികൾ കുടിക്കുന്ന വെള്ളം ഉണ്ടാകും, കിണർ, അത് ഈ പ്രാവശ്യം മാലിന്യമായതാണ്. ഇവരെ ഈ ഒരു വർക്ക് കൊണ്ട് കൂടിയിട്ട് മാലിന്യമായിട്ട് ഒന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടി വന്ന അതിൻ്റെ അകത്ത് ഈ മലത്തിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എന്തായാലും ഇവിടുന്ന് അത് മുന്നോട്ടേക്ക് മാറ്റിയിട്ട് വേറെ എവിടേക്ക് സുരക്ഷിതമായുള്ള സ്ഥലത്തേക്ക് ഇവർ മാറ്റി കൊണ്ടുപോകണം ഈ വെള്ളം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പഞ്ചായത്തിലൊക്കെ നിങ്ങൾ പരാതി നൽകിയോ? അങ്ങനെയുള്ള ആളുകളെയൊക്കെ അറിയിച്ചോ? അവരുടെയൊക്കെ പ്രതികരണം? പഞ്ചായത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് ഇവിടുന്ന് ഇപ്പം നിങ്ങളെ വിളിച്ചു വരുത്തിയതും സംസാരിക്കുന്നതും ഒക്കെ. ഞങ്ങൾ അത് പ്രസിഡന്റിന്റെ ശ്രദ്ധയിലും പിന്നെ അതുകൂടെ സെക്രട്ടറിയുടെ ശ്രദ്ധയിലൊക്കെ ഇത് പെടുത്തുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നോടിയായിട്ടാണ് ആദ്യം തന്നെ മീഡിയനെ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത്. ഈ ഊരാളുങ്കലുകാർ 2 തവണ പറഞ്ഞപ്പോഴും അവർ മാറ്റാൻ അവർക്ക് ഉദ്ദേശമില്ല എന്നാണോ പറയുന്നത്? അതൊരു ഉദ്ദേശമില്ല എന്നല്ല, അതിനുവേണ്ടി ബന്ധപ്പെട്ട ഇതിന്റെ അലൈൻമെന്റ് മാറ്റി ചെയ്യണം എന്നുള്ളതൊക്കെ രാഷ്ട്രീയപരമായിട്ടും കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് എല്ലാ രാഷ്ട്രീയക്കാരും അറിയിച്ചിട്ടുണ്ട്. അതിന് അവർ മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കുട്ടികളാണ്, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഈ നമുക്കറിയാം ഈ അമീബിക് ജ്വരം പോലുള്ള വലിയ വലിയ മാരക രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുക. ഈ 2 കുട്ടികൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു. ഈ ഇത്തരം വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്താൽ കുട്ടികൾക്ക് അപകട സാധ്യത വളരെ വലുതല്ലേ? വളരെ വലുതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഈ കക്കൂസ് മാലിന്യം തള്ളിയപ്പം കുട്ടികളെ അറിയുന്നില്ല കഴിഞ്ഞ ദിവസം കക്കൂസ് മാലിന്യം തള്ളിയതാണെന്നുള്ളത്. അത് നേരെ തള്ളി ഗ്രൗണ്ടിലേക്കാണ് ആ വെള്ളം പോണത്. അതിന്റെ തൊട്ടടുത്ത് നിന്ന് ഇവർ ഇൻസ്റ്റയിൽ റീൽസ് എടുക്കുക, അങ്ങനെയുള്ള ഓരോ കളികൾ, മഴവെള്ളത്തിൽ കുളിക്കുക, കളിക്കുക, അങ്ങനെയുള്ള ഓരോ കളികളുണ്ട്. അതപ്പോൾ ഇത് പിന്നെ അതേപോലെ പശുവിനെ കെട്ടാൻ വരുന്ന ആൾക്കാർ എല്ലാവരും ഓരോ രോഗങ്ങളും ഒക്കെ അവർക്കും പിടിപെടേണ്ട ഒരവസ്ഥയാണുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, ഈ ഗ്രൗണ്ട് നന്നാക്കാൻ ഞങ്ങൾ എല്ലാ കൊല്ലങ്ങളിലും നല്ലൊരു സംഖ്യ ഞങ്ങൾ പിരിവെടുത്ത് ഞങ്ങൾ നന്നാക്കുന്നതാണ്. അതോടനുബന്ധിച്ച് കുറേ ടൂർണമെന്റുകൾ, ഫുട്ബോൾ ടൂർണമെന്റുകൾ, നല്ല നല്ല ടൂർണമെന്റുകൾ ഇവിടെ നടക്കാറുണ്ട്. അതുപോലെ ഞങ്ങളെ പ്രീമിയർ ലീഗ്, ഞങ്ങളെ നാടിൻ്റെ ആവേശമായുള്ള പ്രീമിയർ ലീഗും ഞങ്ങൾ ഇവിടെ നടത്താറുണ്ട്. അതിൽ 18 വയസ്സ് മുതൽ 56-60 വയസ്സ് വരെയുള്ള ആൾക്കാർ ഞങ്ങൾ പ്രീമിയർ ലീഗ് കളിക്കുന്നുണ്ട്. പ്രായ വ്യത്യാസം ഇല്ലാതെ ഞങ്ങൾ പ്രീമിയർ ലീഗ് കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ ഈ നാട്ടിലുള്ള ആൾക്കാർ മാത്രമല്ല, തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ വരെ ആൾക്കാർ ഇവിടെ കളിക്കാൻ വരലുണ്ട്. രാവിലെ ഇപ്പം മഴ കൊണ്ടാണ് കളിക്കാൻ പറ്റാത്തത്. നവംബർ മാസം മുതൽ ഇത് കളിക്കാനുള്ള ഞങ്ങൾ റെഡിയാക്കി എടുക്കലാണ്. കാരണം മഴയൊക്കെ വന്ന് കംപ്ലീറ്റ് അഴുക്കുകൾ അടിഞ്ഞ് ആ രീതിയിൽ പിന്നെ ഞങ്ങൾ പിരിവെടുത്ത് ഞങ്ങൾ റോളറൊക്കെ ഉരുട്ടി JCB ഒക്കെ വെച്ച് ഞങ്ങൾ റെഡിയാക്കി എടുക്കലാണ് ഓരോ സീസണിലും. ഇനിയിപ്പോൾ അതിന്റെ കൂടെ ഈ മാലിന്യങ്ങളോട് വന്ന് തള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അത് ഉത്തരവാദിത്തം ഭയങ്കര പ്രശ്നത്തിലേക്ക് നീങ്ങും.
നിങ്ങൾ കാത്തിരിക്കേണ്ട വരുമല്ലേ ആളുകൾ കൊണ്ട് വേസ്റ്റ് തട്ടാനും, അതായത് വെള്ളം നിലവിൽ തന്നെ വരുന്നുണ്ട്, അതിനിടയ്ക്ക് ഈ കക്കൂസ് മാലിന്യം കൂടെ തട്ടി അറിയില്ല. അതെ, കക്കൂസ് മാലിന്യം തട്ടി അറിയില്ല. കാരണം സ്കൂൾ അടുത്ത് തന്നെയാണല്ലോ. ഈ സ്കൂളിൽ നിന്നുള്ള കുട്ടികളും പിന്നെ നാട്ടുകാരും എല്ലാവരും കൂടി വന്ന് കളിക്കുമ്പം അത് ഭയങ്കര ഒരു പ്രശ്നം തന്നെ വരും, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്. കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നതിന്റെ വീഡിയോസ് നമ്മളെ കയ്യിൽ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അവരറിയുന്നില്ല ഇവിടെ മാലിന്യം തള്ളിയ കാര്യം. ഇത് പാതിരാത്രി സമയത്താണ് മാലിന്യം തള്ളിയ ആ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെൽത്തിൽ അറിയിച്ചിട്ടുണ്ട്. അവർ വന്ന് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എത്ര സുരക്ഷിതമാണെന്നുള്ളത് അറിയില്ല. 5 മണി ടൈമിലാണ് അന്ന് വന്ന് തള്ളിയത്. നമ്മൾ വണ്ടീന്റെ ഫൂട്ടേജ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ വണ്ടിക്ക് നമ്പർ ഇല്ല. വണ്ടി ഫൂട്ടേജ് നമ്മളെ കയ്യിലുണ്ട്. അവിടുത്തെ ഫൂട്ടേജ് നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ വണ്ടി നമ്പർ ഇല്ല. വണ്ടിക്ക് നമ്പർ ഹൈഡ് ചെയ്തിട്ടാണ് അവർ വന്നത്. ഒരു ടാങ്കർ ലോറിയാണ്. ആലോചിച്ച് തന്നെ വന്നതാണ്. ആലോചിച്ച് തന്നെ വന്നതായിരിക്കാം. ഇവിടെ തള്ളി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ആരും ശ്രദ്ധിക്കില്ല എന്നുള്ള രീതിയിൽ പണി നടക്കുന്നതുകൊണ്ട് രാത്രി ടൈമിൽ ടാങ്കർ വന്നു കഴിഞ്ഞാൽ അവരെ വണ്ടിയാന്നുള്ള രീതിയിൽ നാട്ടുകാർ ശ്രദ്ധിക്കില്ല എന്നുള്ള രീതിയിൽ വന്നതായിരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇതെന്താണ് ഈ കുട്ടികൾ കുട്ടികൾ കളിക്കുന്ന വീഡിയോ ആണ്. ഇത് ഡ്രെയിനേജ് ഇഷ്യൂ കഴിഞ്ഞിട്ട് വന്ന ഒരു വീഡിയോ ആണ്. അവർ അറിയാണ്ട് ചെയ്തത്. ഇതിനകത്ത് ഈ മണ്ണിനകത്ത് ചെളിക്കകത്ത് കുട്ടികൾ ഇറങ്ങുകയാണ് അല്ലേ, വലിച്ചോണ്ട് പോവാണ് ഇതിനകത്തോടെ. റീൽസ് ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് ഇത് ഈ അമീബയൊക്കെ ഉള്ള സമയമാണ്. മൊസ്കിറ്റോസും അങ്ങനത്തെ ഭയങ്കര ഡേഞ്ചറസ് ആയ ഡിസീസുകളൊക്കെ പകരാനുള്ള സാധ്യതയിലാണ് ഇങ്ങനത്തെ റീലൊക്കെ. അപ്പൊ അറിയാണ്ട് ചെയ്യുന്നതായിരിക്കും കുട്ടികൾ തന്നെ. ഇങ്ങനത്തെ ഒരു സീവേജിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇത് ഭയങ്കര ഗുരുതരമായ പ്രശ്നമാണ്. എന്തായാലും അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. കേവലം ഈ മാലിന്യം തള്ളുന്നത് മാത്രമല്ല, ഈ രോഗാണുക്കൾ പകരുന്ന അല്ലെങ്കിൽ ഒരു സാംക്രമിക രോഗങ്ങൾ പകരുന്ന ഒരു സമയമാണ് അല്ലേ. പഞ്ചായത്തുകളും മറ്റൊക്കെ വലിയ പൈസയാണ് അതിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഡ്രൈ ഡേ ആചരിക്കുന്നു, മറ്റു ദിനങ്ങളുണ്ട്. വലിയ തുക ചെലവഴിക്കുമ്പോഴാണ് ഈ രോഗം ഫ്രീ ആയി ഇവിടെ വലിയ തുക ചെലവഴിച്ചുകൊണ്ട് പിന്നെ നമ്മൾ രോഗങ്ങൾ പിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ തുക ചെലവഴിച്ചുകൊണ്ട് രോഗങ്ങൾ നമ്മളെ സ്കൂൾ കുട്ടികളിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. അതിന് വലിയ പിന്നെ ഈ റോഡിന്റെ ഫണ്ട് കണക്കാണ്, വലിയ ഫണ്ടാണ്, ചെറിയ ഫണ്ടൊന്നുമല്ല. അത് സ്വാഭാവികം റോഡ് പണിയൊക്കെ വൃത്തിയായി നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് വലിയ ഗുരുതരമായിട്ടുള്ള വിദ്യാർത്ഥികളെ ബാധിക്കുന്ന, നാട്ടുകാരെ ബാധിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ്. ഇവർ വിചാരിക്കുന്ന വളരെ ചെറിയ പ്രശ്നം ഈ കുട്ടികളല്ലേ എന്ന് വിചാരിച്ചായിരിക്കും അവഗണിക്കുന്നതല്ലേ. പക്ഷേ ഏറ്റവും കരുതേണ്ടത് കുട്ടികളെയാണ്. ഏറ്റവും കരുതൽ കൊടുക്കേണ്ട വിദ്യാർത്ഥികൾ. നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പലതരം രോഗങ്ങൾ പിന്നെ കുളത്തുനിന്നൊക്കെ വരുന്ന സമയം. അപ്പോൾ അതും ഗുരുതരമായ രോഗങ്ങൾ. അത്തരമൊരു സാഹചര്യത്തിൽ ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്, നാട്ടുകാരെ ബാധിക്കുന്ന വിഷയമാണ്. ഇത് വലിയ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള എത്രയോ അധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. മാത്രമല്ല ഇവിടുത്തെ ക്ലബ്ബുകാർ അവർ വളരെ കൃത്യമായിട്ട് ഇത് പരിപാലിക്കുകയും അതിൽ കൃത്യമായിട്ടുള്ള കളികൾ ഇപ്പോൾ മയക്കുമരുന്നൊക്കെ കുട്ടികളിലൊക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ ഗ്രൗണ്ടുകളിൽ നിന്ന് പിൻവലിക്കപ്പെടുന്ന അതിനെ ഒരുപക്ഷെ അവരെ തിരിച്ചു മയക്കുമരുന്നിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ കൂലിപ്പണിക്ക് പോകുന്നവരും അങ്ങനത്തെ പണിക്കാരൊക്കെ ആയിരിക്കും ക്ലബ്ബുകളിലൊക്കെ ഉള്ളത്. അവർ ഈ വലിയ തുക മുടക്കി വേണം ടർഫിലും മറ്റുമൊക്കെ പോയി വേണമെങ്കിൽ കളിക്കാൻ. 1-2 തവണ കളിക്കും, അല്ലെ 3-4. അത് കഴിഞ്ഞ് അവർ ആ കളി നിർത്തുകയായിരിക്കും. സാധാരണഗതിയിൽ ടർഫ് തന്നെ ശരിക്കും ആരോഗ്യമായി ശാസ്ത്രീയമായി ശരിക്കുള്ളതല്ല, ശരിക്കും മണ്ണിലാണ് കളിക്കേണ്ടത്. അപ്പോൾ ഇവരൊക്കെ നടക്കുകയാണെങ്കിൽ പിന്നെ ഡെയിലി കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ, ഈ ക്ലബിന്റെ ഭാരവാഹികൾ മിക്കവാറും ആൾക്കാർ അവർ ഇതിന്റെ മുകളിൽ ഓരോ വർഷം ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ വേനലൊക്കെ വരുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സംവിധാനമുള്ളത്. അപ്പോൾ ഒരു വേനലിനിപ്പോൾ ഈ ചളി മാത്രം വാരിയാൽ പോരാ, ഇതിന്റെ കൂട്ടത്തിൽ വ്യാപകമായിട്ടുള്ള മാലിന്യം, പ്ലാസ്റ്റിക് അടക്കം പലതരം വേസ്റ്റുകൾ ഇതിൽ ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ വന്നടിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ സ്കൂൾ കുട്ടികളടക്കമുള്ളവർക്ക് സൗജന്യമായി രോഗങ്ങൾ വിതരണം ചെയ്യുന്ന ഒരിടമായി ഈ മാലിന്യ കുഴൽ മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഡ്രെയിനേജ് മാറിയിരിക്കുന്നു. ഒപ്പം ഈ ഇവിടുത്തെ ഒരു യുവതലമുറയെ ഒന്നടങ്കം ഈ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും തള്ളിവിടുന്നതിനുള്ള ഒരു പ്രേരക ശക്തിയായും ഈ ഗ്രൗണ്ട് മാറും. കാരണം ഈ ഗ്രൗണ്ടിലാണ് വൈകുന്നേരങ്ങൾ ചെലവഴിക്കുന്നത്. അവർ ഫുട്ബോൾ ടൂർണമെന്റുകൾ നടത്താറുണ്ട്. ഒപ്പം ഈ പലയിടങ്ങളിൽ നിന്നായി ആളുകൾ വന്ന് സമയം ചെലവഴിക്കുന്ന ഇടം കൂടിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മാലിന്യങ്ങൾ ഈ ഗ്രൗണ്ടിലേക്ക് തള്ളാനുള്ള നീക്കം അധികൃതർ ഉപേക്ഷിക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. ഞാനിന്നിവിടെ ചോദിക്കാൻ പൂർത്തിയാവുന്നു.